അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു പുട്ടിൻ്റെ റെസിപ്പി ആയിട്ടാണേ. സാധാരണ പച്ചരി വെച്ചിട്ടല്ലേ പുട്ടുണ്ടാക്കാറ്. ഇന്ന് ഞാൻ പുഴുങ്ങലരി വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ടേസ്റ്റി ആയിട്ടും സിമ്പിളായിട്ടും പുട്ടുണ്ടാക്കിയെടുക്കുന്നത് എന്ന് കാണിക്കാം. അപ്പോൾ ഒട്ടും താമസിപ്പിക്കുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താൽ മാത്രമേ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. പുട്ടുണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് പുഴുങ്ങലരിയാണ് ബൗളിലിട്ട് കൊടുക്കുന്നത്. അതിനുശേഷം നല്ലതുപോലെ വെള്ളം ഒഴിച്ച് അതൊന്ന് കുതിർക്കാൻ വെക്കുകയാണേ. 5 മുതൽ 6 മണിക്കൂർ വരെയെങ്കിലും കുതിർക്കാൻ വെക്കുക. അപ്പോൾ ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചതാണേ. ഇത് രാവിലെ തുറന്ന് നോക്കിയപ്പോൾ ഇത് നല്ലതുപോലെ കുതിർന്ന് വന്നിട്ടുണ്ട്. അരി നല്ലതുപോലെ 3-4 പ്രാവശ്യം കഴുകിയതിന് ശേഷം അരിപ്പയിൽ ഒന്ന് വാർത്തെടുക്കാം. വെള്ളം വാർന്നതിന് ശേഷം നമുക്ക് കോട്ടൺ ക്ലോത്തിൽ അരി ഉണക്കിയെടുക്കാം. പുട്ടിൻ്റെ പൊടിക്ക് ചെറിയ നനവുണ്ടാവും, അപ്പോൾ അത്രയ്ക്കൊന്നും ഉണക്കിയെടുക്കേണ്ട കാര്യമില്ല. കുറച്ചൊന്ന് ഉണക്കിയെടുക്കുക. അതിനുശേഷം നമുക്ക് മിക്സിയുടെ ജാറിൽ ഇട്ട് കുറേശ്ശായിട്ട് അതൊന്ന് അടിച്ചെടുക്കാം. ദേ കണ്ടോ, അരി നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇനി നമുക്കത് ഒരു ബൗളിലേക്ക് മാറ്റിക്കൊടുക്കാം. കണ്ടോ, നല്ലതുപോലെ പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. അടുത്ത സെക്ഷൻ പൊടിച്ചതിന് ശേഷം ബൗളിൽ തട്ടിക്കൊടുക്കുകയാണേ. അങ്ങനെ 3 പ്രാവശ്യം 3 സെക്ഷനായിട്ടാണ് പൊടിച്ചെടുത്തിട്ടുള്ളത്. കണ്ടോ, നല്ലതുപോലെ അരി പൊടിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, ഇതാണ് പുട്ടിൻ്റെ മാവിൻ്റെ ഒരു കൺസിസ്റ്റൻസി. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കൈ വെച്ചിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക. ഞാനിവിടെ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. ആവശ്യത്തിന് മാവിൽ നല്ലതുപോലെ വെള്ളം ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണേ. തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുമ്പോൾ പുട്ടിന് നല്ലൊരു ടേസ്റ്റ് കിട്ടും. ഇനി നമുക്കിത് പുട്ടുകുറ്റിയിൽ ഇട്ട് കൊടുത്ത് ആവി കയറ്റിയെടുക്കാം. ആദ്യം തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം മാവ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം വീണ്ടും തേങ്ങ ചിരകിയത് ചേർത്ത് കൊടുക്കുകയാണേ. അതിനുശേഷം വീണ്ടും മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഏറ്റവും അറ്റത്തായിട്ട് തേങ്ങ ചിരകിയത് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ച് നല്ലതുപോലെ ആവി കയറ്റിയെടുക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലതുപോലെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. കണ്ടോ, പുട്ട് നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. കണ്ടോ, നല്ല ചൂട് പുട്ട് റെഡിയായി വന്നിട്ടുണ്ട്. പുഴുങ്ങലരി വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്ത പുട്ടെന്ന് പറയേയില്ല. വളരെ സിമ്പിളാണ് ഉണ്ടാക്കിയെടുക്കാൻ, വളരെ ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കണ്ടോ, നല്ലതുപോലെ കിട്ടിയിട്ടുണ്ട്. ഇനി ഒന്നും കൂടി കാണിച്ചു തരാം. അപ്പോൾ എല്ലാവരും ഒരിക്കലെങ്കിലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. മാവില്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരി കുതിർക്കാൻ വെച്ചിട്ട് പിറ്റേന്ന് രാവിലെ തന്നെ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പുട്ടിൻ്റെ റെസിപ്പിയാണേ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ഇൻഷാ അല്ലാഹ് ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ, സീ യു, താങ്ക്സ് ഫോർ വാച്ചിങ്, ബൈ.